ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നത്. എനിക്കും സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ട് പോകുന്നു കേട്ടോ. സോഷ്യൽ മീഡിയയെ കുറിച്ചാണ് കേട്ടോ ഞാനൊന്ന് പറയാൻ പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, സോഷ്യൽ മീഡിയ നമുക്ക് നല്ലതുമാണ് ചീത്തയെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ സോഷ്യൽ മീഡിയയില് ചിലവര് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ നമുക്ക് അറിയാം. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, അങ്ങനെ കുറെ അധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ആണ്. ഫേസ്ബുക്ക് എനിക്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ഞാനത് അധികം യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. കാരണം എല്ലാം നല്ലതാണ്, പക്ഷെ നല്ലതുമാണ് ചീത്തതുമാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് മാത്രമാണ് കേട്ടോ. സോഷ്യൽ മീഡിയ ശരിക്കും നമുക്ക് അനുഗ്രഹമാണോ ശാപമാണോ എന്നൊരു ടോപ്പിക്കാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. സോഷ്യൽ മീഡിയ ശരിക്കും അനുഗ്രഹമാണ്, ശാപവും തന്നെയാണ്. രണ്ട് ഇതായിട്ട് നമുക്ക് തിരിക്കാം. അതായത് സോഷ്യൽ മീഡിയ, അതായത് നമുക്ക് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം അങ്ങനെ എടുത്താൽ നമുക്ക് ഒരുപാട് പേർക്ക് ഫേമസ് ആകാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ആക്ടേഴ്സ് ആണെങ്കിലും ശരി, ഒരു ഏതൊരു സോഷ്യലായിട്ട് വർക്ക് ചെയ്യാനാണെങ്കിലും ശരി, എന്തൊരു കാര്യം ആയിക്കോട്ടെ, അത് മറ്റുള്ളവർക്ക് എത്തിക്കാനും അത് ഏറ്റവും നല്ല വഴി സോഷ്യൽ മീഡിയ ആണ്. കാരണം ഫ്ലഡ് ആയാലും ശരി, അല്ലാതെ എന്തൊരു അപകടം നടന്നാലും സോഷ്യൽ മീഡിയക്കാരെ അവിടെ എത്തി ആ ഒരു ന്യൂസ് ഷൂട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് അത് മീഡിയ വഴി എത്തിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് കൂടുതൽ അറിയാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള ഇത് കൂടും. അപ്പോ അതൊരു അനുഗ്രഹമായിട്ടാണ് പറയുന്നത്. പറഞ്ഞാല് അതായത് ഇപ്പോ ജോലി ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതായത് ഇപ്പോ വീട്ടമ്മമാരൊക്കെ, ഫോർ എക്സാമ്പിൾ എന്നെ പോലത്തെ വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പൈസ ഉണ്ടാക്കാം. അതായത് യൂട്യൂബിലായാലും ശരി, ഇൻസ്റ്റഗ്രാമിലായാലും ശരി, ഒരുപാട് റീൽസ്, അതായത് വീഡിയോസും കാര്യങ്ങളും കണ്ടന്റ് ഒക്കെ ഇട്ട് നമുക്ക് ഒരു ഇൻകം ഉണ്ടാക്കാനും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ. എനിക്ക് സോഷ്യൽ മീഡിയനെ കുറിച്ച് നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഏതൊരു അസുഖമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫ്ലഡ് ആയിക്കോട്ടെ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് വയനാട് ചൂരൽമലയിൽ സംഭവിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ അത് നമ്മൾ അറിഞ്ഞത് ശരിക്കും ഈ ഒരു സോഷ്യൽ മീഡിയ കാര്യമല്ലേ, സോഷ്യൽ മീഡിയക്കാരെ ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് അറിയില്ല. കാരണം ഈ ഇവിടെയുള്ള ആൾക്കാർ അവിടെ പോയി ഷൂട്ട് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത് ഇട്ടത് കൊണ്ട് മാത്രമാണ് ഇന്ന ആൾക്കാർക്ക് അത് സംഭവിച്ചു, ഇന്ന ആൾക്കാർക്ക് അത് ഇതായി നമുക്ക് അറിയാൻ കഴിയും. അത് വഴി കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്താനും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ കാരണമാണ് കേട്ടോ. സോഷ്യൽ മീഡിയ എന്നത് നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനും ഫോട്ടോകൾ, അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരെ, പുറത്തുള്ള ആൾക്കാരെ പരിചയപ്പെടാം, അവരായിട്ട് കൂടുതൽ അടുപ്പം സൃഷ്ടിക്കാം. അതായത് നമുക്ക് വേറെ രാജ്യങ്ങളിലായിക്കോട്ടെ, വേറെ സ്ഥലങ്ങളിലായിക്കോട്ടെ, മറ്റു രാജ്യങ്ങളിലായിക്കോട്ടെ, അവരുമായിട്ട് നമുക്ക് ആശയവിനിമയം നടത്തുവാനും അവരായിട്ട് നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് നടത്തുവാനും ഈ ഒരു സോഷ്യൽ മീഡിയകൾ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആരെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഒരു ആശയവിനിമയം നടത്താൻ എന്തായാലും ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആവശ്യമാണ്. അപ്പൊ അത് വളരെയധികം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള കഴിവുകളല്ലേ. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും, ചിലർക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിരിക്കും, ചിലർക്ക് വ്ലോഗ് ചെയ്യാനായിരിക്കും. അത് അവരുടെ കഴിവുകൾക്ക് അനുസരിച്ചിരിക്കും. ചിലർക്ക് ചിത്രം വരയ്ക്കാൻ വളരെയധികം ഇഷ്ടമുണ്ടായിരിക്കും, ചിലർക്ക് മോട്ടിവേഷൻ ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമുകളാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പറയുന്നത്, എക്സ്പെഷ്യലി യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം. ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ക്രിമിനൽസ് ആയാലും ആക്രമണകാരികളൊക്കെ നമുക്ക് പിടിക്കപ്പെടാൻ കാരണം ഈ എന്തായാലും ഈ സോഷ്യൽ മീഡിയ വഴി തന്നെ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു MDMA കടത്തുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, സോഷ്യൽ മീഡിയ വഴി മറ്റുള്ള പോലീസുകാരെ അറിയിച്ച് അവരെ പിടികൊടുക്കാനും ഒക്കെ ഈ സോഷ്യൽ മീഡിയ ആണ് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല, നമുക്ക് ഏതൊരു കുറ്റവാളികളായാലും ശരി, എന്തെങ്കിലും കൊലപാതകം ചെയ്താലും ശരി, അതൊക്കെ നമ്മളിലേക്ക് എത്തിക്കാൻ, നമുക്ക് കുറെ അറിവുകളും കുറെ വാർത്തകളും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ ഈ ഒരു സോഷ്യൽ മീഡിയ വളരെയധികം ഇമ്പാക്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു
ഇത് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ള ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോ അംഗനവാടികളിലായാലും ശരി, സ്കൂളുകളിലായാലും ശരി, അതുപോലെ തന്നെ ഏതൊരു കാര്യമായിക്കോട്ടെ കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക ആക്രമണങ്ങളും അതുപോലെ തന്നെ വലിയവർക്ക് എന്തൊരു ഇഷ്യൂ ആയിക്കോട്ടെ, എസ്പെഷ്യലി നമ്മുടെ കുട്ടികൾക്കെതിരായിട്ടുള്ള ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലത് കേട്ടിട്ടുണ്ട് അമ്മമാരെ ഉപദ്രവിക്കുന്നു, മക്കള് അമ്മമാരെ ഉപദ്രവിക്കുന്ന വീഡിയോസും ഇതൊക്കെ കാണുമ്പോ നമുക്ക് അവരെ കുറിച്ച് അറിയാനും, അതായത് അവർക്ക് അതിനുള്ള നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വളരെയധികം ഈ ഒരു സോഷ്യൽ മീഡിയ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, പിന്നെ ഈ സോഷ്യൽ മീഡിയ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നത് സ്റ്റുഡൻസിനാണ് കേട്ടോ. സ്റ്റുഡൻസിന് ഇപ്പൊ പഠിക്കാനായിട്ടുള്ള കുറച്ച് ആശയവിനിമയം നടത്തുവാനും അതുപോലെ തന്നെ ഗ്രൂപ്പ് കോള്, കുട്ടികൾക്ക് ഒരുപാട് എഡ്യൂക്കേഷനായിട്ടും കലാപരമായിട്ടും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. പിന്നെ അറിയാം, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കുട്ടികൾക്കെതിരായിട്ടുള്ള ദുരുപയോഗങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ടെന്ന്. നമുക്കറിയാം ഇപ്പൊ രാജസ്ഥാനില് നമ്മൾ നടന്നൊരു ഇഷ്യൂ ആണ്. അതായത് 13 വയസ്സായ ഒരു കുട്ടിയെ 5 ദിവസം 30 പേർ ചേർന്ന് റേപ്പ് ചെയ്ത ഒരു ഇഷ്യൂ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെയധികം നമുക്ക് വിഷമം സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ അറിയത്തില്ല. കാരണം അത് ആ പ്രതികൾ ഒതുങ്ങി അവർ രക്ഷപ്പെടുകയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് തന്നെ പ്രതികൾ ആരാന്ന് തിരിച്ചറിഞ്ഞും ആ കുട്ടികൾ അതിനുള്ള ഇത് ചെയ്യാനും ഈ ഒരു മീഡിയ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വളരെ ഈ ഒരു സോഷ്യൽ മീഡിയന്റെ നെഗറ്റീവ് വശങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, സോഷ്യൽ മീഡിയ അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, നല്ലൊരു മേഖലയാണെങ്കിലും ചില വൃത്തികെട്ട ആൾക്കാർ ഇതൊരു ദുരുപയോഗം ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് കേട്ടോ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത്. അതായത് മറ്റുള്ളവരുടെ ലൈഫില് വല്ലാതെ വലിഞ്ഞു കയറി അവരുടെ സ്വകാര്യതയെ പോലും മാനിക്കാതെ അവരുടെ വീഡിയോസ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട് കേട്ടോ. അപ്പൊ അത് മറ്റുള്ളവരുടെ സ്വകാര്യതയെ ബാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി, അവർക്ക് എന്തെങ്കിലും ഒരു കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള കുറച്ച് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അത് വളരെയധികം പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന വെറും ഒരു മണി കിട്ടാവുന്ന, അതായത് ഏതൊരു വീഡിയോസ് ഇട്ടാലും അത്യാവശ്യം ഫേമസ് മാത്രം ആണെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളും ഉണ്ട്. അതായത് വെറും പൈസയ്ക്ക് വേണ്ടി മാത്രം നടക്കുന്ന സ്ത്രീകളും ഉണ്ട്. എക്സ്പെഷ്യലി ഈ ഒരുപാട് ആണുങ്ങളെക്കാളും കൂടുതൽ ഇപ്പൊ പെണ്ണുങ്ങൾ തന്നെ കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയണം, ആണുങ്ങളെക്കാട്ടിലും വൃത്തികെട്ട വീഡിയോസ് ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്. അതും പൈസയ്ക്ക് വേണ്ടിയിട്ട്, അതും വൈറലാകാൻ വേണ്ടി മാത്രം. അപ്പൊ അതൊരു ഇഷ്യൂ ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക ആക്രമണങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്രണയം നടിച്ച് അവരെ കൂട്ടുപിടിച്ച് അവരുടെ സ്വകാര്യ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി പൈസയ്ക്ക് വേണ്ടി ടോർച്ചർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി നമുക്ക് അതൊരു നെഗറ്റീവായിട്ട് സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് നെഗറ്റീവ് വരാം, ചിലപ്പോൾ സൈബർ ബുള്ളിങ് വരാം. ഈ സൈബർ ബുള്ളിങ് കാരണം ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയില് സൈബർ ബുള്ളിങ് അത് വളരെയധികം മനുഷ്യന്മാരെ ഇതാക്കിയിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ വളരെയധികം നെഗറ്റീവ് സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പറയുന്നത്. മത്സ്യം പറഞ്ഞ വെറുതെ വ്യാജ വാർത്തകൾ കൊടുത്ത് ഇഷ്യൂ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതിലൊരു വ്യാജ വാർത്തകളും കാര്യങ്ങളൊക്കെ വരാൻ ഇതില് ഇടയാളുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അപ്പൊ ഗൈസ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. കാരണം ഈ സോഷ്യൽ മീഡിയ അനുഗ്രഹമോ ശാപമോ എന്നൊരു ഇത് കൊടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ അനുഗ്രഹമാണ് ശാപമാണ്. നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ കൊണ്ടുപോയാൽ ഒരുപാട് പേർക്ക് നല്ലതുമാണ്, സമൂഹത്തിനും നല്ലതാണ്. നെഗറ്റീവാണോ ചോദിച്ചത് തീർച്ചയായിട്ടും നെഗറ്റീവും തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപകടവുമാണ് നല്ലതുമാണ്. അപ്പൊ ഗൈസ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടാവുന്ന ഇതാണ് ഈ സോഷ്യൽ മീഡിയ. ബൈ.